മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ബഹുമാനപ്പെട്ട ഡാനിയലച്ചനോടൊപ്പം നമുക്ക് വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ വചനം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം, ജോബിൻ്റെ പുസ്തകം 27, 28 അധ്യായങ്ങൾ, സുഭാഷിതങ്ങൾ 3 അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിൻ്റെ കുടുംബചരിത്രം. 17 വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരുടെ കൂടെ ആട് മേയ്ക്കുകയായിരുന്നു. അവൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെ ആയിരുന്നു. അവരെപ്പറ്റി അശുഭ വാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളേക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവന് ജോസഫിന് വേണ്ടി ഉണ്ടാക്കി. പിതാവ് ജോസഫിനെ തങ്ങളേക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവൻ അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു. അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. അവനിത് പിതാവിനോടും സഹോദരന്മാരും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലംപറ്റെ താണു വണങ്ങണമെന്നാണോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. അവൻ്റെ സഹോദരന്മാർ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കമിലേക്ക് പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഷെക്കേമിൽ ആട് മേയ്ക്കുകയല്ലേ? ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്. ഞാൻ പോകാം. അവൻ മറുപടി പറഞ്ഞു, നീ പോയി നിന്റെ സഹോദരന്മാർക്കും ആടുകൾക്ക് ക്ഷേമം തന്നെയോ എന്ന് അന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം. ജോസഫിനെ അവൻ ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി. അവൻ ഷെക്കമിലേക്ക് പോയി. അവൻ വയലിൽ അലഞ്ഞു തിരിയുന്നത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു, നീ അന്വേഷിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. അവർ എവിടെയാണ് ആടുമേയ്ക്കുന്നത് എന്ന് ദയവായി പറഞ്ഞു തരിക. അവൻ പറഞ്ഞു, അവർ ഇവിടെ നിന്ന് പോയി. പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി. ദോത്താനിൽ വെച്ച് അവൻ അവരെ കണ്ടുമുട്ടി. ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവൻ അടുത്തെത്തും മുമ്പേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, വരുവേ നമുക്ക് അവനെ കൊന്നു കുഴിയിലെറിയാം. ഏതോ കാട്ടുമൃഗം അവന് പിടിച്ചു നിന്നെന്ന് പറയുകയും ചെയ്യാം. അവൻ്റെ സ്വപ്നത്തിന് സംഭവിക്കുമെന്ന് കാണാമല്ലോ. റൂബൻ ഇത് കേട്ടു. അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അവൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലേണ്ട, രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക, പക്ഷേ ദേഹോപദ്രം ഏൽപ്പിക്കരുത്. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിനെ തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത്. അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറംകുപ്പായം ഊരിയെടുത്തു. അവനൊരു കുഴിയിൽ തള്ളിയിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. ആ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ഗലിയാദിൽ നിന്ന് വരുന്ന ഇസ്മായിലിയുടെ ഒരു യാത്രാ സംഘത്തെ കണ്ടു. അവർ സുഗന്ധപശയും പരിമളദ്രവ്യങ്ങളും കുന്തിരിക്കവും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യൂദ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചു വെച്ചതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം ഉണ്ടാവുക? വരുവിൻ, നമുക്കവനെ ഇസ്മായിലിയർക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട. അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അപ്പോൾ കുറെ മിതിയൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി. ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായിലിയർക്ക് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. എന്നാൽ ജോസഫ് കുഴിയിലുണ്ടായിരുന്നില്ല. അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് നിന്ന് വിലപിച്ചു, കുട്ടിയെ കാണാനില്ല, ഞാനിനി എവിടെ പോകും? അവർ ഒരാടിനെ കൊന്ന് ജോസഫിൻ്റെ കുപ്പായം എടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി. കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടുകിട്ടി. ഇത് അങ്ങയുടെ മകൻ്റേതാണല്ലോ, അല്ലയോ എന്ന് നോക്കുക. അവൻ അത് തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, ഇതെൻ്റെ മകൻ്റെ കുപ്പായമാണ്. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു. ജോസഫിനെ അത് കടിച്ച് കീറിക്കാണും. യാക്കോബ് തൻ്റെ വസ്ത്രം വലിച്ചു കീറി ചാക്ക് കൊടുത്ത് വളരെ നാൾ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ചു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവൻ തൻ്റെ മകനെ ഓർത്ത് വിലപിച്ചു.
ഇതിനിടെ മീദിയാൻകാർ ജോസഫിനെ ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാൽപ്പടയുടെ നായകനുമായ പൊത്തിഫറിനെ വിറ്റു. ജോബിന്റെ പുസ്തകം 27 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ജോബ് തുടർന്നു, എൻ്റെ അവകാശം എടുത്തുകളഞ്ഞ ദൈവമാണോ? എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണോ? എന്നെ ശ്വാസമുള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എൻ്റെ അതിരം വ്യാജം പറയുകയില്ല, എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവിടുകയില്ല. നീതിനിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും, അത് കൈവിട്ടു പോകാൻ സമ്മതിക്കുകയില്ല. എൻ്റെ ഹൃദയം കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ ശത്രു ദുഷ്ടനെ പോലെയും എതിരാളി അധർമ്മിയെപ്പോലെയും ആയിരിക്കട്ടെ. ദൈവ അധർമ്മിയെ വെട്ടി നീക്കുമ്പോൾ അവൻ്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും? കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും. സർവശക്തന്റെ ഉപദേശം ഞാൻ മറച്ചു വയ്ക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ. എന്നിട്ടും നിങ്ങൾ വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട്? ദുഷ്ടന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരിയും മർദ്ദർക്ക് സർവശക്തനിൽ നിന്ന് ലഭിക്കുന്ന അവകാശം ഇതത്രേ. അവന്റെ സന്താനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാളിനിരയാകാൻ വേണ്ടിയാണ്. അവന്റെ സന്തതികൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല. അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും. അവരുടെ വിധവകൾ വിലപിക്കുകയില്ല. അവൻ പൊടി പോലെ വെള്ളി കൂട്ടിയാലും കളിമണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവന് കുന്നുകൂട്ടാമെന്നേയുള്ളൂ. നീതിമാന്മാർ അത് ധരിക്കും, നിഷ്കളങ്കർ വെള്ളി പങ്കിടും. അവന്റെ ഭവനം ചിലന്തി വല പോലെയും കാവൽക്കാരന്റെ മാണം പോലെയുമാണ്. ഇപ്പോൾ അവൻ സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു, എന്നാൽ ഇനിയൊരിക്കലും അവൻ അങ്ങനെ കഴിയുകയില്ല. ഉടനുമ്പോഴേക്കും അവന്റെ ധനം നഷ്ടപ്പെട്ടിരിക്കും. വെള്ളപ്പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും. രാത്രി ചുഴലിക്കാറ്റ് അവനെ വഹിച്ചുകൊണ്ട് പോകുന്നു. കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുത്ത് അവൻ പോയി സ്വസ്ഥാനത്ത് നിന്ന് അവനെ അത് നീക്കിക്കളയുന്നു. അത് നിർഭയം അവൻ്റെ മേൽ ചുഴറ്റിയടിക്കുന്നു. അതിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു. അത് അവൻ്റെ നേരെ കൈകൊട്ടുകയും അവൻ്റെ നേരെ സീൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്യും. അവൻ്റെ പുസ്തകം 28 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനികളും സ്വർണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇരുമ്പ് ഭൂമിയിൽ നിന്ന് എടുക്കുന്നു, ചെമ്പ് അതിൻ്റെ അയിരിൽ നിന്ന് ഉരുക്കിയെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തെ ഭവിക്കാതെ കൊടും തമസിന്റെ അങ്ങേ അതിർത്തിയിൽ അയിരിനു വേണ്ടി തിരയുന്നു. മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകലെ താഴ്വരയിൽ അവർ ഖനികൾ കുഴിക്കുന്നു. അവരെ യാത്രക്കാർ വിസ്മരിച്ചു പോയി. അവർ മനുഷ്യനിൽ നിന്ന് അകലെ ഖനികളിൽ കയറിൽ തൂങ്ങിക്കിടന്ന് പണിയെടുക്കുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുമെന്ന്, എന്നാൽ അതിൻ്റെ അധോഭാഗം അഗ്നിയാൽ എന്ന പോലെ തിളച്ചു മറിയുന്നു. അതിൻ്റെ കലുകൾക്കിടയിൽ ഇന്ദ്രനീലവും സ്വർണ്ണത്തരികളും ഉണ്ട്. കഴുകൻ ആ വഴി അറിയുന്നില്ല, പ്രാപ്പിടിയൻ അത് കണ്ടിട്ടില്ല. ഘോരമൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല, സിംഹവും അതിലെ പോയിട്ടില്ല. മനുഷ്യൻ തീപ്പാറയിൽ കൈവയ്ക്കുന്നു, അവൻ പർവ്വതങ്ങളെ വേരോടെ മുറിച്ചു കളയുന്നു. പാറയിൽ അവൻ ചാലുകൾ കീറുന്നു. വിലപിടിച്ച ഓരോ പദാർത്ഥവും അവൻ്റെ കണ്ണിൽപ്പെടുന്നു. വെള്ളം ഒലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവികൾക്ക് അണ കിട്ടുന്നു. മറിഞ്ഞിരുന്നവ അവൻ പുറത്തെടുക്കുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടെത്തും? അറിവിന്റെ സ്ഥാനം എവിടെ? അങ്ങോട്ടുള്ള വഴി മനുഷ്യർ അറിയുന്നില്ല. ജീവിക്കുന്നവരുടെ നാട്ടിൽ അത് കണ്ടു കിട്ടുകയുമില്ല. അഗാധത പറയുന്നു, അത് എന്നിലല്ല, സമുദ്രം പറയുന്നു, അത് ഇവിടെയില്ല. സ്വർണം കൊടുത്താൽ അത് കിട്ടുകയില്ല, വെള്ളി തൂക്കിക്കൊടുത്താൽ അതിന്റെ വിലയാവുകയില്ല. ഓഫീർ പൊന്നും ഇന്ദ്രനീലവും ഗോമേതകവും അതിന്റെ വിലയ്ക്ക് തുല്യമല്ല. സ്വർണത്തിന് സ്ഫടികത്തിനും അതിനോട് സമാനതയില്ല. തങ്കം കൊണ്ടുള്ള ആഭരണങ്ങൾക്ക് വേണ്ടിയും അത് കൈമാറാൻ പറ്റുകയില്ല. പവിഴത്തിന്റെയോ പളുങ്കിന്റെയോ പേര് പറയുക പോലും വേണ്ട. ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ്. എത്യോപ്യയിലെ പുഷ്യരാഗത്തെയും ഇതിനോട് താരതമ്യപ്പെടുത്തുക സാധ്യമല്ല. തങ്കം കൊണ്ട് അതിന്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? അറിവ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ജീവിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആകാശപ്രവളുക്കും അത് അഹോചാരമാണ്. നരകവും മരണവും പറയുന്നു, ഞങ്ങൾ അതേപ്പറ്റി കേട്ടിട്ടേയുള്ളൂ. അതിലേക്കുള്ള വഴിയും അതിന്റെ ആസ്ഥാനവും ദൈവം അറിയുന്നു. എന്തെന്നാൽ അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ കാണുന്നു, ആകാശത്തിന് കീഴിലുള്ളതെല്ലാം അവിടുന്ന് ദർശിക്കുന്നു. അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ, മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു മാർഗവും നിർണയിച്ചപ്പോൾ, അവിടുത്തെ ജ്ഞാനത്തെ ദർശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് അതിന്റെ ആഴം അളക്കുകയും മൂല്യം നിർണയിക്കുകയും ചെയ്തു. അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. ഭാഷങ്ങൾ 3 അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കൊണ്ടോ ദുഷ്ടരുടെ നാശം കണ്ടോ നീ ഭയപ്പെടരുത്. കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും. നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി.